got nothing to hide. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ലങ്കാറിൽ ആയിരുന്നു താമസിച്ചത്. അവിടെ നിന്ന് ഇന്ന് രാവിലെ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. അപ്പോൾ അവിടുന്ന് യാത്ര ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു സ്ഥലമെത്തിയപ്പോഴേക്കും അവിടെ മണ്ണിടിച്ചിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ റോഡിലുണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറി ഒഴുകി വന്ന് ഈ താഴെ കിടക്കുന്ന ഒരു ചെറിയ ഇത് കാണുന്നതാണത്. ഒരു ടാങ്കർ ലോറിയാണ് അവിടെ നിന്ന് ഒഴുകി വന്നത്. ഇന്നലത്തെ ഇവിടുത്തെ മണ്ണിടിച്ചിൽ ഒരു ഓട്ടോറിക്ഷയും ഒരു ടാങ്കർ ലോറിയും 2 ജവാന്മാരുമാണ് ഇന്നലത്തെ അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ രാവിലെ ലങ്കാറിൽ നിന്ന് ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു എൻ്റെ യാത്ര. ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. ഈ പ്രദേശങ്ങളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ അവർ എൻ്റെ വണ്ടി ലങ്കറിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് വണ്ടിയിലെ സാധനങ്ങളെല്ലാം നനയാതെ കെട്ടഴിക്കാതെ അവിടെ തന്നെ വെച്ച് അവരെന്നെ അതിനുള്ള ഒരു കരുതൽ അവരെന്നോട് കാണിച്ചു. അത് വളരെയധികം എനിക്ക് ഉപകാരപ്രദമായി. ഇവിടെയൊക്കെ ഒരു സൈഡും ആകെ പ്രശ്നമാണ്. ഇവിടെ ഒരു പട്ടാളത്തിൻ്റെ ഒരു ചെറിയ CRPFൻ്റെ ഒരു ഓഫീസ് ഭാഗമാണ്. അവരവിടെ ബന്ദോബസ്താക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ അവിടെ കിടന്ന് ഇന്ന് രാവിലെ തന്നെ CRPF ജവാന്മാർ വന്നപ്പോൾ അതിലൊരു ഓഫീസർ ലങ്കറിൽ നിന്ന് എൻ്റെ ബുള്ളറ്റ് മാറ്റാൻ വളരെയധികം അവരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിലെല്ലാം ഭാണ്ഡം കെട്ടിവെച്ചേക്കണ കാരണം അവർക്ക് എന്തോ തോന്നിയിരിക്കാം. ഞാൻ ബുള്ളറ്റ് പുറത്ത് ഇറക്കി വെച്ച ശേഷം എൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങിയത്. വഴി നീളം നല്ല മൂടൽമഞ്ഞുണ്ട്. വഴി അത്ര ക്ലിയർ അല്ല. ഒത്തിരി പട്ടാളക്കാരെല്ലാം സൈഡിൽ കൂടെ പോകുന്നുണ്ട്. CRPF ജവാന്മാരാണത്. ഈ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഭാഗമാണ്. മേളിൽ കൂടെ പുതിയൊരു ബ്രിഡ്ജ് പണി നടക്കുന്നതിൻ്റെ ആ ഫ്രെയിമാണ് കാണുന്നത്. അപ്പുറത്ത് ദാവി നദി അവിടെ ഒഴുകുന്നുണ്ട്. അതിശക്തമായി അവിടെ കാശ്മീരെല്ലാം മഴ പെയ്യുന്നത് കാരണം കലങ്ങി മറിഞ്ഞാണ് പോകുന്നത്. ഈ പ്രദേശത്തിലെല്ലാം ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു. കല്ലെല്ലാം റോട്ടിലേക്ക് ഒഴുകി ഉള്ള വേസ്റ്റുമെല്ലാം റോട്ടിലേക്ക് ഒഴുകി കിടക്കുന്നുണ്ട്. അപ്പുറത്ത് കലങ്ങി മറിഞ്ഞാണ് ഈ നദി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പുതിയ ബ്രിഡ്ജ് വരുന്നതിൻ്റെ ഭാഗമായി വളരെ ഉയരത്തിലൂടെ വരുന്ന ഈ ബ്രിഡ്ജിൻ്റെ ഭാഗമാണ് ഈ പണിയൊക്കെ നടക്കുന്നത്. പില്ലറുകൾ കാണുന്നത് നമ്മളിവിടെ നിന്ന് ഇതാണ് അപ്പുറ ഭാഗമാണ് ഇടിഞ്ഞത്. ഇത് അതിന് സമാന്തരമായി ഒരു പഴയ വേയാണ്. ഇതിലൂടെ കടന്നു പോയപ്പോൾ ഇത് ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ റിവറിന് മുകളിൽ കൂടെ ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജുകളാണ്. പലകയൊക്കെ കടിച്ച് അടിയിൽ തൂണുകളൊന്നും ഉണ്ടാവില്ല. ഈ 2 സൈഡിലും കാണുന്ന ഈ കമ്പിയിൽ മേൽ ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഒത്തിരി വെള്ളം വന്നാലും ഇതിന് നാശങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പുറ സൈഡും ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെയുള്ള വലിയ ഈ കമ്പിയുടെ ഇരുമ്പിൻ്റെ ഫ്രെയിമാണ്. ഇവിടെയും നിറച്ച് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. ഈ കമ്പിയാണ് അത് വലിച്ചു കെട്ടിയിരിക്കുന്ന. ഈ റോപ്പുകളാണ് ഈ ബ്രിഡ്ജ് പിടിച്ചു നിൽക്കുന്നത്. ഇത് പഴയ വഴിയായ കാരണം ഇത് നന്നാക്കുന്നതും അതുപോലെ തന്നെ ഇതത്ര ക്ലിയർ അല്ലാത്ത ഒരു വഴിയാണ്. ഇവിടെ ബ്രിഡ്ജിൻ്റെ പണി, ഇതിന് കുറുകെ ഒരു ബ്രിഡ്ജ് വരുന്നതിനുള്ള പില്ലറുകളാണ് ഈ കാണുന്നത്. ഇവിടെയും റോഡ് ആകെ മോശമാണ്. കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ട്. ഇതിലെ 2 വീലർ മാത്രമേ കടന്നു പോകുകയുള്ളൂ എന്ന് എന്നോട് അവിടെ നിന്ന് ഈ ഭാഗത്ത് താമസിക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞായിരുന്നു. അത് പ്രകാരമാണ് ഈ റൂട്ടിലൂടെ ഞാൻ വന്നത്. ഇവിടെ എൻ്റെ വണ്ടിയുടെ സൈഡിൽ കെട്ടിവെച്ചിരിക്കുന്ന ബാഗ് ഈ കോൺക്രീറ്റ് പീസുമേ തട്ടുവോ. ഇപ്പുറത്ത് ഒരു കാന പൊളിച്ചിട്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താണ്. ഇപ്പുറത്ത് തട്ടിയാൽ എൻ്റെ ബാഗ് പൊളിയും. അതുകൊണ്ട് അതൊരു കാൽക്കുലേഷനിൽ അതിനെ ഞാൻ കടത്തി വീണ്ടും എൻ്റെ യാത്ര വളരെയധികം
ദയനീയമായ ഈ റൂട്ടിൽ കൂടെ ആണ് യാത്ര. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതാണ് ആ നദി, കലങ്ങി മറിഞ്ഞു പോകുന്നു. ഇതിലൂടെ ടൂ വീലറുകൾ മാത്രം ആണ് കടന്നു പോകുന്നത്. ഇവിടെ CRPF ജവാന്മാരുടെ വണ്ടി ഇവിടം വരെ വന്ന് ഇതിലേക്ക് കടക്കാൻ പറ്റാത്ത കാരണം തിരിച്ചു പോകുന്നതാണ്. നമ്മളും അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും എത്തേണ്ട സ്ഥലം ബാനിഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടേക്ക് എത്താനുള്ള യാത്രയിലാണ്. ഇന്ന് രാവിലെ തൊട്ട് ഉള്ള മഴയും അതുപോലെ തന്നെ ഞാൻ വരുന്ന നല്ല റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം ഇടിഞ്ഞ് പോയത് കാരണമാണ് ഇങ്ങനെ ഒരു വഴി തിരിച്ച് വിടേണ്ടി വന്നത്. എന്തു പറഞ്ഞാലും ഈ ജമ്മു കാശ്മീരിൽ ഇവിടുത്തെ CRPF ജവാന്മാരെ നമ്മൾ എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. മഞ്ഞുകാലമായാലും അതുപോലെ തന്നെ മഴക്കാലമായാലും ഈ കുന്നിൻ മുകളിലും ഈ താഴ്വാരങ്ങളിലുമെല്ലാം ഒരു ശക്തമായ കാവലിലാണ്. അതുപോലെ ഇന്നലെ ഞാൻ താമസിച്ച ലങ്കറിന് പുറകുവശത്തായി ഒരു കുന്നിൻ മുകളിൽ അവർ മണൽ ചാക്കൊക്കെ അട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിലും കാവൽ നിൽക്കുന്നുണ്ട്. ലങ്കറിനും ഒരു കാവലുണ്ട്. ഫ്രണ്ടിൽ കൂടെ പോകുന്ന NH44 അതിൻ്റെ ഡിവൈഡേഴ്സിലും മണൽ ചാക്കുകളെല്ലാം അട്ടിയിട്ട് നമുക്ക് കാവൽ നിൽക്കുന്ന CRPF ജവാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു CRPF ജവാനാണ്. അതും കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചു. വഴി നീളം നിങ്ങൾക്ക് കാണാം. ഒരു സൈഡിലൂടെ അഗാധമായ താഴ്ചയും മറു സൈഡിൽ ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ കല്ലുകൾ ഉരുണ്ടു വന്ന റോട്ടിലേക്ക് വീഴാറായ ഇതാണ് ഈ കല്ലുകൾ. നമുക്ക് എന്തും സംഭവിക്കാവുന്ന ഒരു അപകടകരമായ ഭീതിതമായ ഒരു വഴിയിലൂടെയാണ് യാത്ര. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ദേവദാരു മരങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവം ജവാന്മാർ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് അവരുടെ കഷ്ടപ്പാടുകളെ പറ്റിയും അവരുടെ വീരഗാഥകളെയൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ അവരെ കളിയാക്കാറാണ്. പക്ഷെ അവരുടെ ജീവിതവും കഷ്ടപ്പാടുകളും നമ്മൾ ഇവിടെ നേരിട്ട് വന്ന് കാണണം. ഇനിയുള്ള യാത്രകളിൽ ഇവരുടെ കഷ്ടത നിറഞ്ഞ ജീവിതം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കും നമ്മൾ വരേണ്ട ആ റോഡാണ് ഈ നദിയിലേക്ക് ഒഴുകിപ്പോയത്. ആ റോഡിൽ മുഴുവൻ വാഹനങ്ങളുടെ തിരക്കുണ്ട്. ഇന്നലെ പകൽ വന്നതെല്ലാം ഈ പോകുന്ന കാൽനട യാത്രക്കാരെല്ലാം അവിടെ വാഹനങ്ങൾ വരാത്ത ആ ഭാഗത്ത് നിന്ന് കിലോമീറ്ററുകളോളം 10ഉം 20ഉം കിലോമീറ്റർ നടന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന യാത്രക്കാരാണ് നമ്മൾ കണ്ടത്. ഈ അമർനാഥ് യാത്ര തുടങ്ങുമ്പോൾ രാത്രി അധികം വാഹനങ്ങൾ ഈ പ്രദേശത്ത് കൂടെ കടത്തി വിടില്ല. അതുകൊണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങളും അമർനാഥ് തീർത്ഥയാത്രക്കാരുടെ വാഹനങ്ങളും രാവിലെ ആണ് വന്നത്. അതുകൊണ്ട് രാവിലെ വന്നവർ മാത്രമാണ് ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടായേനെ ഇന്നലത്തെ ആ മലയിടിച്ചിൽ. ഈ ബാനിഹാൾ പട്ടണം ഒരു ചെറിയ പട്ടണമാണ്. അവിടേക്ക് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന്. മനോഹരമായ ഒരു സ്ഥലമാണിത്. ഈ ചെനാബ് താഴ്വാരത്തിലൂടെയാണ് ഇത് കൂടുതലും യാത്ര. ജമ്മു കാശ്മീരിലെ ചെനാബ് താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന റംബാൻ ജില്ലയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആ പട്ടണത്തിലേക്കാണ് ഇന്ന് യാത്ര. വഴി നീളാകെ കോടമഞ്ഞൊക്കെ മൂടിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ റോഡ് വ്യക്തമായി അടുത്ത് വരുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. മഴയില്ലെങ്കിൽ സുന്ദരമായേനെ ഇതിലൂടെയുള്ള യാത്ര. ഈ ചെറിയ പട്ടണം ജമ്മുവിൻ്റെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്ന പട്ടണമാണ്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് യാത്ര തുടരാം. ഞാൻ പോകുന്ന അപ്പുറത്തെ വഴിയിലാണ് ശരിക്ക് 2.5 കിലോമീറ്റർ ദൂരമുള്ള ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് കടന്നു വേണം യാത്ര തുടരാൻ. ഇവിടെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കമായ ബാനിഹാൾ ഹാസിഗുണ്ട് എന്ന് പറയുന്ന ഒരു റെയിൽ ടണലും നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഇതിനെ പിർ പഞ്ചൽ റെയിൽവേ തുരങ്കം എന്നും അറിയപ്പെടുന്നുണ്ട്.
നമ്മൾ ഈ പോകുന്ന പാത NH44 പണ്ട് ഈ റോഡിൻ്റെ പേര് NH1A എന്നായിരുന്നു. ഇവിടങ്ങളിൽ ഉറുദു, ഹിന്ദി, ഗുജാരി, പഹാരി ഭാഷകളാണ് ഇവിടുത്തെ ജനങ്ങൾ കൂടുതലായി സംസാരിക്കുന്നത്. ബാനിഹാൾ എന്നാൽ ഹിമപാതം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ബാനിഹാൾ ചുരം ശരിക്കും ഒരു മലമ്പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. പർവ്വതങ്ങളുടെ ഓരം ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു. ഈ പാത 9300 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ശക്തമായാൽ ഈ ചുരം അടച്ചിടും. പിന്നീട് മഞ്ഞുവീഴ്ച കുറഞ്ഞാൽ ഇവിടെ ഈ റോഡ് ഓർഗനൈസേഷൻ ഇത് തള്ളിമാറ്റി വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ട്. ഈ പ്രദേശത്ത് ശരിക്ക് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളും സിഖുകാരുമാണ്. ഇവിടെ കൂടുതൽ മുസ്ലിം ജനങ്ങളാണ് പാർക്കുന്നത്. ഇവിടെ കൂടുതലായി കൃഷി ചോളം, വാൾനട്ട്, ഓർക്കിഡ് പൂക്കൃഷികളാണ് കൂടുതലും. ശരിക്ക് ഈ പ്രദേശത്തിലൂടെയല്ല, ഇത് ഇവരുടെ പഴയ ഒരു പാതയാണ്. അപ്പുറത്തുള്ള പ്രദേശത്തെ കൂടെയാണ് നമ്മൾ പോകേണ്ടതായിരുന്നത്. ഇത് വളരെയധികം അപകടം പിടിച്ച റൂട്ടാണ്. നമ്മൾക്ക് പക്ഷേ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ വഴിനീളെ CRPF ജവാന്മാരും ജമ്മു കാശ്മീർ പോലീസും കവചിത വാഹനങ്ങളും എല്ലാം വഴിനീളെ നമുക്ക് കാണാം. ഇവിടെയെല്ലാം ഒത്തിരി ടണലിൻ്റെയും മറ്റും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ വാഹനങ്ങളും പോയി ആകെ ചെളിയും ആയി ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് ഇന്നെൻ്റെ യാത്ര. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. ഇതാണ് ആ പുതിയ പാത വരുന്നതിൻ്റെ പണി നടക്കുന്നത്. ഇതിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ വീണ്ടും ജമ്മു പോലീസ് തടഞ്ഞിട്ട് പറഞ്ഞു, ഈ വഴി 100 മീറ്റർ സ്ഥലം കഴിഞ്ഞ് വീണ്ടും ഒരു തുരങ്കം ആരംഭിക്കുന്നതിൻ്റെ അവിടം ഇടിഞ്ഞു പോയിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് പല വാഹനക്കാരെയും തിരിച്ചയച്ച് റൂമെടുത്തോളാൻ പറഞ്ഞു. നാളെയാവും ഇത് ശരിയാവുക എന്നാണ് അവരറിയിച്ചത്. പക്ഷെ ഞാൻ കുറച്ച് നേരം പുറകിലോട്ട് വന്ന് അവിടെ ഒരു ചായക്കടയിലിരുന്നാൽ എനിക്ക് അപ്പുറത്ത് മലമ്പ്രദേശം ഇടിഞ്ഞ ഭാഗം എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് ചെറിയ ചെറിയ വാഹനങ്ങൾ ഒരു 2 മണിയോടുകൂടി കടത്തിവിട്ടപ്പോൾ ഞാൻ വീണ്ടും ഇതിലെ തന്നെ യാത്ര ആരംഭിച്ചു. എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ 15 കിലോമീറ്റർ തിരിച്ചു വേണം ആ പഴയ പാതയിൽ കൂടെ പോകാൻ. പക്ഷേ ഇതിലെ തന്നെ യാത്ര ആരംഭിച്ചു. നേരത്തെ എന്നെ ജമ്മു കാശ്മീർ പോലീസ് തടഞ്ഞ ഭാഗത്തെ കൂടെ അവരാരും കണ്ടില്ല. അതിലെ ഞാൻ വീണ്ടും യാത്ര തുടങ്ങി. ഒറ്റയ്ക്കായിരുന്നു യാത്ര. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ടണലിൻ്റെ അടുത്ത് എത്തി. അതിനുള്ളിൽ കുറച്ച് റൈഡേഴ്സ് എല്ലാം ഉണ്ട്. അത് കപ്പിൾസായുള്ള റൈഡേഴ്സും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള കുറച്ച് റൈഡേഴ്സും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എല്ലാം റോഡിൽ വഴിനീളെ മുകളിൽ നിന്ന് കല്ല് വീണിരിക്കുന്നതാണ്. ഷൂട്ടിംഗ് സ്റ്റോൺ എന്ന് പറയാം. ഇത് വീഴാതിരിക്കാൻ ചില സൈഡുകളിലെല്ലാം ഇങ്ങനെ കരിങ്കുല്ലുകൊണ്ട് ഭിത്തികളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തു കൂടെയുള്ള യാത്ര കഠിനമായിരുന്നു. മൂടൽമഞ്ഞും മഴയും അതേപോലെ ഈ പേടിപ്പെടുത്തുന്ന 2 സൈഡിൽ കൂടെ നിൽക്കുന്ന ഈ മലഞ്ചെരിവുകളും എല്ലാം കൂടി ഇതിൽ കുറച്ച് യാത്രക്കാരല്ലാതെ ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. മറ്റു വലിയ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. അതും വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ തുരങ്കത്തിലെ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു, ഇതിലെ ഇന്ന് കടത്തിവിടാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പുതിയ പാത സഞ്ചാരയോഗ്യമായിട്ടുണ്ട്, അതിലേ പോയിക്കൊള്ളാൻ. വീണ്ടും അതിലെ തിരിച്ച് യാത്ര തുടർന്നു. ആ യാത്ര അതിലെ ചെന്നപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ വലിയ പാറക്കൂട്ടം ഇടിഞ്ഞു വീണിരിക്കുന്നു. നമ്മൾ ഏതായാലും ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ ഇന്ന് രാത്രി കിടക്കേണ്ടി വരും, ഈ ടണലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വരും എന്നുള്ള തീർച്ചയായാണ് യാത്ര തുടർന്നത്. വീണ്ടും ഈ യാത്രയിലുടനീളം അങ്ങനെ വീണ്ടും അവിടെ നിന്ന് തിരിക്കേണ്ടി വന്നു. ഏതായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. നേരത്തെ അവിടെ കണ്ടിരുന്ന ജമ്മു കാശ്മീർ പോലീസിനും CRPF പോലീസിനും വീണ്ടും ഈ പ്രദേശത്തേക്ക് തിരിച്ചു പോരാനോ
അതുപോലെ തന്നെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാനോ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനമായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർ ആ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ സൈഡ് വഴി വെട്ടി നമ്മളെ കടത്തിവിടുമെന്നുള്ളൊരു പ്രത്യാശയിൽ അങ്ങനെ ആ ടണലിൻ്റെ ഉള്ളിൽ കഴിയേണ്ടി വന്നു. ഇന്നത്തെ യാത്ര ഭയങ്കര ഭീതിജനകമായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഹിമാലയത്തിൻ്റെ അവസ്ഥ. ഒരു JCBയുടെ കൈയും കൊണ്ട് കോരിയാൽ ഈ 1.5 ഇഞ്ച് വലിപ്പമുള്ള കല്ല് അല്ലെങ്കിൽ ഈ കോറി വേസ്റ്റ് പോലെയുള്ള പ്രദേശമാണ്. ഒന്ന് ശക്തമായ മഴ പെയ്താൽ ആ മഴയുടെ വെള്ളത്തോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ റോട്ടിലേക്ക് ഒഴുകി വരുന്ന ഒരവസ്ഥയാണ്. അതുമാത്രമല്ല ഇതിനുള്ളിലിരിക്കുന്ന വലിയ കല്ലുകൾ ഏത് സമയവും ഈ മഴ പെയ്യുമ്പോൾ സൈഡിലുള്ള മണ്ണെല്ലാം പോയി ഇതുപോലെ ഈ സൈഡിൽ കാണുന്നത് പോലെ റോട്ടിലേക്ക് വന്നു വീഴുന്ന ഒരവസ്ഥയുമുണ്ട്. വളരെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നെൻ്റെ യാത്ര. ശരിക്കും ഈ തുരങ്കം അല്ലെങ്കിൽ ഈ ടണൽ ശരിയായാൽ, ടണലിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ശരിയായാൽ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വെറും 10 കിലോമീറ്ററും കൂടി സഞ്ചരിച്ചാൽ ഈ ബാനിഹാൾ എന്ന് പറഞ്ഞ കൊച്ചു ടൗണിലേക്ക് നമ്മൾ എത്തും. പക്ഷേ അത് ശരിയാവണമെങ്കിൽ പണി കുറേയുണ്ട്. അപ്പോൾ ആ സൈഡ് വെട്ടി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 5 മണിയോടായി അടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഈ മൂടൽമഞ്ഞ് മൂടിയ ഈ ഭീകരമായ ഈ അവസ്ഥയിലൂടെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് എത്തണം, അതിനുള്ള യാത്രയിലാണ്. അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആ റോഡിനപ്പുറം വരുന്ന കിലോമീറ്ററോളം 25ഉം 20ഉം കിലോമീറ്ററൊക്കെ നടന്ന് ആൾക്കാർ പോകുന്നത് വളരെയധികം വിഷമകരമായ ഒരു അവസ്ഥയിലാണ്. പലരുടെയും ഒത്തിരി ലഗേജ് എല്ലാം തന്നെയുണ്ട്. ഏത് സമയവും ഈ മോളിൽ നിന്ന് നേരെ ഇതിപ്പോൾ കണ്ടത് ഇപ്പോൾ മോളിൽ നിന്ന് ഇടിഞ്ഞു വീണ കല്ല് കൂട്ടങ്ങളാണ്. ഭാഗ്യത്തിന് ഇതിന് മുമ്പുണ്ടായിരുന്നവർ അപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഞാനും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മേത്തും വീഴാതെ ഈ കാണുന്ന കല്ലുകളെല്ലാം ഇപ്പോൾ വീണതാണ്. ഈ കല്ല് വീണിരുന്നെങ്കിൽ, അത്ര മുകളിൽ നിന്ന് വീണിരുന്നെങ്കിൽ അപകടം സംഭവിച്ചേനെ. ആ കണ്ട ആൾക്കാരാണ് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഞാനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിനും ഞാനും രക്ഷപ്പെട്ടു എന്ന് പറയാം. അതിസാഹസികമായ യാത്രയാണ് ഇന്നത്തേത്. ദേവദാരു മരങ്ങളെല്ലാം ഈ കോട നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ള് ഇടിച്ച് വിറങ്ങലിച്ചാണ് യാത്ര. പ്രത്യേകിച്ച് ഒരു വാഹനം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല. കുറച്ച് അപരിചിതരായ യാത്രക്കാർ മാത്രം. പേടിപ്പെടുത്തുന്ന ഈ അന്തരീക്ഷം വളരെയധികം വേദനാജനകമാണ്. വന്നു പെട്ടുപോയി. എവിടെയെങ്കിലും കയറി നിൽക്കാനോ ഒന്നിനും ഒരു സ്ഥലമില്ലാത്ത പ്രദേശം. റോട്ടിലെല്ലാം സൂക്ഷിച്ചു നോക്കൂ, നിറച്ച് കല്ലുകളാണ്. ഈ യാത്ര അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തണം എന്നുള്ള ഒരു യാത്രയിലാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ അപകടങ്ങൾ പതിവാണ്, ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത്. അതുകൊണ്ട് ഹിമാലയൻ പർവ്വതനിരകളിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ച് മഴക്കാലം തിരഞ്ഞെടുക്കാൻ പാടില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നോക്കൂ, വഴിയിലെല്ലാം കല്ലുകളാണ്. ഇതെങ്കിലും നമ്മുടെ മേത്ത് വീണാൽ നമ്മുടെ ഒരു അവസ്ഥ നോക്കൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ലഡാക്ക്, അത് കർത്തുങ്കില പാസിലേക്ക് എത്തേണ്ടത് കാരണമാണ് ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണം. ഒരു കാരണവശാലും നിങ്ങൾ ഈ മഴക്കാലം ഈ ഭാഗത്ത് തിരഞ്ഞെടുക്കരുത്. ഇവിടെയും എന്തോ പ്രശ്നമുണ്ട്. ഇവരിവിടെ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ നേരെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അല്ലെങ്കിൽ വണ്ടി ഇവിടെ സൈഡ് ഒതുക്കി നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ ഒരു പ്രദേശം അങ്ങനെ തന്നെ വീണ്ടും റോട്ടിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു.
ഇവിടെയും ഇന്ന് കുറേ നേരം വീണ്ടും നിൽക്കേണ്ടി വരും. അത് വല്ല JCB ഒക്കെ വന്ന് മാറ്റേണ്ടതായി വരും. ആ നേരെ കാണുന്നതാണ് കല്ല്. അവിടേക്ക് പോകാൻ, അത്ര അടുത്തേക്ക് വണ്ടി പോകാൻ നമുക്കും ഒരു ധൈര്യമില്ല. മഴയും ശക്തമാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സുഹൃത്തുക്കളെല്ലാം ഇത് കാണണം. ഭയങ്കര അവസ്ഥയാണ് ഇന്ന് എൻ്റേത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ട് ബാനി ഹാളിലെത്തിയിട്ട് അടുത്ത വീഡിയോ നമുക്ക് തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു.